Hi friends, welcome to Pradap Beat. Oppo F15 എന്ന് പറയുന്ന ഒരു ഫോണിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത്. ഈ ഫോൺ കഴിഞ്ഞ ദിവസം Oppo ലോഞ്ച് ചെയ്തിരിക്കുകയാണ്. 20,000 രൂപ റേഞ്ചിലാണ് ഈ ഒരു പ്രൊഡക്റ്റ് ലോഞ്ച് ചെയ്തിരിക്കുന്നത്. ഒപ്പം തന്നെ ഇത് ഓഫ്ലൈൻ ഷോപ്പുകളിൽ നിന്ന് വാങ്ങിക്കാവുന്ന ഒരു പ്രൊഡക്റ്റും കൂടിയാണ്. അപ്പോൾ ഇതിന്റെ ക്വാളിറ്റി എങ്ങനെയുണ്ട്, ഈ ഒരു പ്രൈസ് റേഞ്ചിൽ നല്ലൊരു ഫോൺ ആണെന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. ഇതിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈ ഒരു ഫോൺ നല്ല വെൽ ഡിസൈൻഡ് ആയ ഒരു ഫോണായിട്ടാണ് എനിക്ക് തോന്നുന്നത്. നിങ്ങൾക്ക് ഇവിടെ കാണാം, നല്ല ഒരു റിയർ ഗ്രേഡിയൻറ്റ് ഡിസൈനാണ് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ റിയർ സൈഡിൽ അത് നല്ല ഭംഗിയായിട്ട് തന്നെയാണ്. ക്വാഡ് ക്യാമറ, 4 ക്യാമറകൾ റിയർ സൈഡിൽ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഫ്രണ്ടിൽ നോച്ചിനകത്ത് സെൽഫി ക്യാമറ നല്ല ഡീസൻ്റ് ആയിട്ട് തന്നെ പ്ലേസ് ചെയ്തിരിക്കുന്നു. അമോലെഡ് ഡിസ്പ്ലേയും കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. അപ്പം നല്ല ഡിസ്പ്ലേ, നല്ല ബിൽറ്റ് ക്വാളിറ്റി ഡിസ്പ്ലേ, നമുക്ക് ഗൊറില്ല ഗ്ലാസ് 5ൻ്റെ പ്രൊട്ടക്ഷനും കിട്ടുന്നുണ്ട്. സോ നല്ല സ്ട്രോങ് ആയ ബിൽറ്റ് ക്വാളിറ്റി ഉള്ള ഒരു ഫോൺ. അതിൻ്റെ ഒപ്പം തന്നെ ഇത് ലൈറ്റ് വെയിറ്റ് ആണ്. 172 ഗ്രാം മാത്രമാണ് ഇതിൻ്റെ വെയിറ്റ്. സ്ലീക്കായ വെയിറ്റ് കുറഞ്ഞ ഒരു ഫോൺ. ഇതിൻ്റെ ഹൈലൈറ്റ് ആയിട്ട് അവർ പറയുന്നതും ഈ ഒരു വെയിറ്റ് കുറവൊക്കെ തന്നെയാണ്. വളരെ സ്ലീക്കായ ഒരു ഫോൺ കൂടിയാണ്. സ്ലീക്ക് എന്ന് പറയുമ്പോൾ 7.9 mm ആണ് ഇതിൻ്റെ തിക്നെസ് വരുന്നത്. സോ സ്ലീക്ക് ആൻഡ് ലൈറ്റ് വെയിറ്റ്, ഒരു ഗുഡ് ഡിസൈൻ, ഗുഡ് ഡിസ്പ്ലേ, ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സെൻസർ. മൊത്തത്തിൽ ഒരു വെൽ ഡിസൈൻഡ് ഫോൺ എന്ന് വേണമെങ്കിൽ പറയാം. പെർഫോമൻസിലേക്ക് വന്നു കഴിഞ്ഞാൽ ഹീലിയോ P70 എന്ന് പറയുന്ന ഒരു പ്രോസറാണ്. പ്രോസസ്സറിനെ മാത്രം നോക്കിയാൽ നമുക്ക് ഈ ഒരു പ്രോസസർ നമുക്ക് 8500 റിയൽമി ഫോണുകൾ, റിയൽമി 3 കാണാം. അതിനേക്കാൾ കുറച്ചുകൂടി ബെറ്ററായ ഫോണുകൾ ഇപ്പോൾ 10,000 രൂപയ്ക്ക് റിയൽമി അല്ലെങ്കിൽ റെഡ്മി ബ്രാൻഡുകൾ നമുക്ക്, അല്ലെങ്കിൽ വിവോ പോലുള്ള ബ്രാൻഡുകളൊക്കെ നമുക്ക് 10,000 രൂപയ്ക്ക് ഓൺലൈൻ പ്രോഡക്റ്റുകൾ തരുന്നുണ്ട്. പക്ഷേ അവിടെ പ്രോസസ്സർ മാത്രമാണുള്ളത്, ബാക്കിയുള്ള കാര്യങ്ങളും കൂടി നമ്മൾ പരിഗണിക്കണം. ഈ ഒരു വെൽ ഡിസൈനും ഇതിൻ്റെ പ്രോസസ്സറിൻ്റെ ഒപ്പം തന്നെ റാമും സ്റ്റോറേജും 8GB റാം, 128GB സ്റ്റോറേജ്, ഇതൊന്നും നമുക്ക് ആ പ്രൊഡക്റ്റുകളിൽ കിട്ടുന്നില്ല. പക്ഷേ പ്രോസസ്സർ നമുക്ക് 8500 രൂപ വരെ കിട്ടുന്ന ഒരു സംഭവമാണ്. പക്ഷേ ആ പ്രോസസ്സറിന് അത്യാവശ്യം വേണ്ടുന്ന ഡേ ടു ഡേ ലൈഫിലെ കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യാനും, അത്യാവശ്യം നല്ല ഗെയിം, ചെറിയൊരു ലെവലിലൊക്കെ ഗെയിം, PUBG പോലുള്ള ഗെയിമുകൾ ഒരു മീഡിയം ലെവലിലൊക്കെ കളിക്കാനും നമുക്ക് സാധിക്കും. അത്യാവശ്യം പെർഫോമൻസ് ഉള്ള പ്രോസസ്സർ തന്നെയാണ്, തീരെ മോശമൊന്നുമല്ല. ഓഫ്ലൈൻ പ്രൊഡക്റ്റ് ആണെന്ന് ഓർക്കുമ്പോൾ പൊതുവെ ഇത്തിരി പവർ കുറഞ്ഞ പ്രോസറുകളാണ് നമുക്ക് ഈ ഒരു പ്രൈസ് റേഞ്ചിലൊക്കെ കിട്ടാറുള്ളത്. അപ്പോൾ ആ ഒരു രീതി നോക്കി കഴിയുമ്പോൾ വലിയ കുഴപ്പമില്ലെന്ന് പറയാം. ഓൺലൈൻ പ്രൊഡക്റ്റുകളായ റിയൽമി X2 അല്ലെങ്കിൽ XT, റെഡ്മി നോട്ട് 8 Pro, റിയൽമി 5 Pro അല്ലെങ്കിൽ വിവോ C1 Pro, ആ ഫോണുകളൊക്കെ ആയിട്ട് നമ്മൾ കമ്പയർ ചെയ്ത് നോക്കിയാൽ കുറവാണെന്ന് തോന്നുമെങ്കിലും ഓഫ്ലൈനിലെ പ്രൊഡക്റ്റ് എന്ന രീതിയിൽ മാത്രം നോക്കിക്കഴിഞ്ഞാൽ ഒരു നല്ല പെർഫോമൻസ് ഡിപ്പാർട്ട്മെൻറ്റ് എന്ന് പറയാം. 8GB റാമും ഉണ്ട്, 128GB സ്റ്റോറേജും ഉണ്ട്, ട്രിപ്പിൾ കാർഡ് സ്ലോട്ടും വരുന്നുണ്ട്. 2 സിമ്മും മെമ്മറി കാർഡും നമുക്ക് ഒരേ സമയം ഉപയോഗിക്കാം. UFS 2.1 സ്റ്റോറേജാണ്, ഫാസ്റ്റസ്റ്റ് ആയ ഒരു സ്റ്റോറേജ് സംവിധാനവും നമുക്ക് ഇതിൽ കിട്ടുന്നുണ്ട്. സോ ഓവറോൾ Android 9 ColorOS 6 ഒക്കെ ആയിട്ട് നല്ലൊരു പെർഫോമൻസ് ഡിപ്പാർട്ട്മെൻറ്റ് ഈ ഫോണിനുണ്ട്. അടുത്ത് തന്നെ അപ്ഡേറ്റിലൂടെ, സൂൺ എന്നാണ് പറഞ്ഞിരിക്കുന്നത്, അടുത്ത് തന്നെ അപ്ഡേറ്റിലൂടെ ColorOS 7 അതേപോലെ തന്നെ Android 10 ഒക്കെ ഇതിനകത്തേക്ക് വരികയും ചെയ്യും. ക്യാമറയിലേക്ക് വന്നു കഴിഞ്ഞാൽ 48 മെഗാപിക്സൽ സാംസങ്ങിൻ്റെ GW1 സെൻസറാണ്. അതിൻ്റെ ഒപ്പം 8 മെഗാപിക്സലിൻ്റെ വൈഡ് ആംഗിൾ, 2 മെഗാപിക്സലിൻ്റെ മാക്രോ, 2 മെഗാപിക്സലിൻ്റെ ഡെപ്ത് സെൻസർ, ക്വാഡ് ക്യാമറ. യൂഷ്വലായിട്ട് ഇപ്പോൾ ഒരുപാട് ഫോണുകൾ നമ്മൾ കണ്ടിട്ടുള്ള ആ ഒരു ക്വാഡ് ക്യാമറ സെറ്റപ്പ്. ഫ്രണ്ടിൽ 16 മെഗാപിക്സലിൻ്റെ സെൽഫി ക്യാമറ നോച്ചിനകത്തും വരുന്നുണ്ട്. ക്വാളിറ്റി തീർച്ചയായിട്ടും റിവ്യൂസിലൊക്കെ ചെക്ക് ചെയ്ത് നോക്കുക. നമ്മുടെ കയ്യിൽ ഫോൺ ഇല്ലാത്തതുകൊണ്ട് അതിൻ്റെ സാമ്പിൾസ് ഇവിടെ കാണിച്ചു തരാൻ നിവൃത്തിയില്ല. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊന്ന് കണ്ടു നോക്കുക. ബാറ്ററിയിലേക്ക് വന്നാൽ 4000 mAh ആണ്. അതിൻ്റെ ഒപ്പം തന്നെ ബുക്ക് ചാർജ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. 20 വാട്ട് ബുക്ക് ചാർജിങ് ആണ്. മുൻപ് കണ്ടിട്ടുള്ള 20 വാട്ട് ബുക്ക് ചാർജിനെ അപേക്ഷിച്ച് കുറച്ചുകൂടി ഫാസ്റ്റ് ആണ് ഈ 20 വാട്ട് ബുക്ക് ചാർജ് എന്നാണ് അവർ പറയുന്നത്. സോ ഓവറോൾ നമ്മൾ നോക്കിയാൽ ഒരു ഓഫ്ലൈൻ പ്രൊഡക്റ്റ് എന്ന രീതിയിൽ നോക്കിക്കഴിഞ്ഞാൽ നല്ല ഡിസൈനും അമോലെഡ് ഡിസ്പ്ലേയും ലൈറ്റ് വെയിറ്റുമായ ഒരു ഫോൺ, നല്ല ഒരു ഗുഡ് പെർഫോമൻസ് ഡിപ്പാർട്ട്മെൻറ്റ്, 8GB റാം, 128GB സ്റ്റോറേജ്, ക്വാഡ് ക്യാമറ, അതിൻ്റെ ഒപ്പം തന്നെ ബുക്ക് ചാർജിങ്, 20 വാട്ട് ഫാസ്റ്റ് ചാർജിങ് കാര്യങ്ങളൊക്കെ സപ്പോർട്ട് ചെയ്യുന്നു. സോ ഒരു തീർച്ചയായിട്ടും നല്ല ഒരു ഓപ്പോ ഫോണെന്ന് നമുക്ക് ഒറ്റ നോട്ടത്തിൽ തന്നെ പറയാൻ സാധിക്കും. ബട്ട് ദ ബെസ്റ്റ് ആണോ എന്ന് ചോദിച്ചാൽ ഓൺലൈൻ പ്രൊഡക്റ്റുകളായ ഈ റിയൽമി X2 അല്ലെങ്കിൽ റെഡ്മി നോട്ട് 8 Pro, വിവോ C1 Pro ഒക്കെ ആയിട്ട് കമ്പയർ ചെയ്ത് നോക്കിയാൽ നമുക്ക് അത്ര നല്ല ഫോണായിട്ട് തോന്നില്ല. പക്ഷേ ഓപ്പോ ഫോണുകൾ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് ഓഫ്ലൈനിൽ കടയിൽ പോയിട്ട് ഷോപ്പ് ചെയ്യുന്ന ഈസി ആയിട്ട് വാങ്ങിക്കാവുന്ന ഒരു ഫോൺ എന്ന രീതിയിൽ നോക്കിയാൽ ഓപ്പോയുടെ ഏറ്റവും ലേറ്റസ്റ്റ് ആയ ഫോൺ Oppo F15 ഒരു നല്ല ഫോണാണ്. ഒരു ഹൈ എൻഡ് പെർഫോമൻസ് പ്രതീക്ഷിക്കാതെ ഒരു മിനിമം പെർഫോമൻസ് പ്രതീക്ഷിച്ചുകൊണ്ട് നിങ്ങൾ ഈ ഒരു ഫോൺ എടുക്കാൻ തീരുമാനിച്ചാൽ തെറ്റ് പറ്റില്ല. പക്ഷേ ക്യാമറ റിവ്യൂ കൂടി ഒന്ന് വിശദമായിട്ട് പരിശോധിച്ചു. അപ്പോൾ ഇത് ഈ Oppo F15 എന്ന് പറയുന്ന ഫോണിനെ കുറിച്ചുള്ള എൻ്റെ ഒരു ഒപ്പീനിയനാണ്. അത് ജസ്റ്റ് ആ ഒരു സ്പെസിഫിക്കേഷൻ വെച്ചുകൊണ്ടുള്ള ഒരു ഒപ്പീനിയൻ മാത്രമാണ്. ആ രീതിയിൽ മാത്രം ഒരു ടെക് അപ്ഡേറ്റ് ആയിട്ട് മാത്രം ഈ വീഡിയോ കാണുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തൊക്കെ നമ്മളെ സപ്പോർട്ട് ചെയ്യും. വീണ്ടും ഒരു വീഡിയോ ആയിട്ട് കണ്ടുമുട്ടാം.